യമൻകാരുടെ ചിക്കൻ മന്തി. അത് നമ്മളുടെ കിച്ചണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി തന്നെയാണ് കേട്ടോ ഇത്. അത് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ കുക്കിംഗ് വരുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ഈ മന്തിക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പൗഡർ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, ചെറിയ ജീരകം, അതുപോലെ തന്നെ മല്ലി വേണം, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 വെളുത്തുള്ളിയാണ്, അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇതൊക്കെ കൂടെ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെച്ചിട്ടുള്ള ചിക്കൻ എങ്ങനെ വരയിട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊന്നും നിങ്ങൾ വേറെ ചേർക്കേണ്ടതില്ല, അതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കൂടെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ ഈ ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിവിടെ റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. അതിനൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് പട്ട, ഗ്രാമ്പു, കൂടെ ഒരു 7-8 പീസ് ഏലക്കായി, ബേ ലീഫ് വെച്ച് മല്ലി, ചെറിയ ജീരകം, പിന്നെ 2 ഡ്രൈ ലെമൺ, കൂടെ കുറച്ച് വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് ഇട്ടത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എന്നിട്ടിങ്ങനെ എണ്ണയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ആ സവോള ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി അരിയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഈ ഒരു ഇതിൽ ഉള്ളിയിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എക്സ്ട്രാ കൊടുക്കും കേട്ടോ. അത് ചോറ് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഫോയിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാണ്. ഒരു ലെയർ ഫോയിൽ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ വീണ്ടും ഞാൻ ലെയർ ഫോയിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കുക്കിംഗ് രീതിയാണ് കേട്ടോ ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ 2 ലെയർ ഫോയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു പാനിൽ കട്ടിക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോർക്ക് കൊണ്ട് നമ്മളിങ്ങനെ ഹോൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ ഹോൾസ് ഇടുന്നത് നമ്മൾ ചിക്കന് മേലെ വെക്കാനുള്ളതാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ചിക്കൻ്റെ മസാലയെല്ലാം ആ ഒരു റൈസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആവിച്ചമ്പിൽ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ആവുമ്പം നമ്മൾ ഈ ഒരു ഫോയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവിയുടെ ആ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ എല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്യാൻ പോവാണ്. നല്ല ടൈറ്റിൽ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാൻ. കാരണം ഈ ഒരു ആവിയിൽ കിടന്നിട്ട് വേണം നമ്മൾ ചിക്കന് നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ. ഇനി ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചു. പിന്നെ ബാക്കി 25 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്കായത്. ടോട്ടൽ 30 മിനിറ്റ്. 30 മിനിറ്റിന് ശേഷം നമ്മളിത് ആ ഫോയിലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ആ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഉതിർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇനി നമുക്കൊന്ന് ഈ ഒരു തട്ടുന്നൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ റൈസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണമല്ലോ. ഒന്ന് നോക്കാം. അടിപൊളി റൈസൊക്കെ നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളെ ടൈമിങ്ങും ആ ഒരു വെള്ളത്തിൻ്റെ കണക്കും ഒക്കെ കറക്റ്റായിരുന്നു. ഇത് നല്ല ഉതിർന്ന് വീഴുന്ന റൈസാണ്. കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം തന്നെ നിങ്ങളും ഫോളോ ചെയ്യുക. അപ്പോൾ കറക്റ്റ് നല്ലൊരു റൈസ് തന്നെ കിട്ടും യമനി ചിക്കൻ മന്തിയുടെ.
ഇതാ റൈസൊക്കെ നല്ല കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഒന്ന് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ജസ്റ്റ് ഷാലോ ഫ്രൈ, കാരണം നല്ല രീതിയിൽ കുക്കായ ചിക്കനാണ്. അപ്പോൾ ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രം ആ ഒരു മസാലയൊക്കെ മേലെ ഇങ്ങനെ കാണുന്ന അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യമൻകാരുടെ യമനി ചിക്കൻ മന്തി നമ്മളും ട്രൈ ചെയ്തു. അപ്പോൾ ഇനി കഴിക്കേണ്ട സമയമാണ്. നല്ല ചൂടോടെ അങ്ങോട്ട് സെർവ് ചെയ്യുക. അടിപൊളി ഒരു മന്തി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ രുചി നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.